കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലപ്പോഴും ഈ കുടുംബ കോടതികളിൽ കേസിൽ വരുന്ന ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ വക്കീലന്മാരാണെങ്കിലും എല്ലാവർക്കും എല്ലാ സമയത്തും കോടതിയിൽ ഡയറക്റ്റായിട്ട് പേഴ്സണലി ഹാജരാകാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിദേശത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ കോടതിയുടെ ഏതെങ്കിലും അന്യജില്ലയിൽ നിന്നുകൊണ്ടോ കേസ് വിളിക്കുന്ന സമയത്ത് കോടതിയിൽ വിർച്വലായിട്ട് ഹാജരാകുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം മീറ്റ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിലേക്ക് നമുക്ക് കേസ് വിളിക്കുമ്പോൾ എൻ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം തന്നെ കോടതിയുടെ പെർമിഷൻ കിട്ടണം. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കും നമുക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് നമുക്ക് ലഭിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ബാർ അസോസിയേഷനിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് കേസ് തുടങ്ങുന്നതിനേക്കാളും അരമണിക്കൂർ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അത് മീൻസ് 11 മണിക്കാണ് കോടതി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷമായിരിക്കും ലിങ്ക് സാധാരണഗതിയിൽ കോടതി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കേസ് നമ്പർ വിളിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ എറണാകുളം പ്രിൻസിപ്പൽ കോർട്ട് സമുച്ചയത്തിലുള്ള ഫാമിലി കോടതിയാണ് എന്ന് വിചാരിക്കുക. ആ ഫാമിലി കോടതിയിലേക്ക് നമ്മൾ പടി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കും. ആ നോട്ടീസ് ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കേസ് നമ്പറും അതാത് ദിവസത്തെ കേസ് നമ്പറും കാര്യങ്ങളും കിട്ടും. ആ കേസ് നമ്പർ കാണിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ലൈവായിട്ട് നമുക്ക് മീറ്റിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ലിങ്ക് അവർ ടൈപ്പ് ചെയ്ത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് വീഡിയോ കോൺഫറൻസിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ഡൗട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇതേപോലെ നമുക്ക് മറ്റ് ഫാമിലി കോടതികളിൽ നിന്നും വിർച്വൽ മീറ്റ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ലഭിക്കും. തികച്ചും സൗജന്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.